തോന്നിയകാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ അന്തിക്കാടിനടുത്ത് പുത്തൻപീടികയിലാണ്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിൽ കുംഭമാസത്തിലെ അശ്വതി ഭരണി വേലകൾക്കാണ് അതീവ പ്രാധാന്യമുള്ളത്. അശ്വതി വേലയുടെ അന്ന് രാത്രി 12 മണിയോടെ ക്ഷേത്ര സന്നിധിയിലെത്തുന്ന വിളക്ക് എഴുന്നള്ളിപ്പാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. ഈ എഴുന്നള്ളിപ്പ് ഇവിടെ എത്തിയാൽ മാത്രമാണ് ഭരണി വേല നടക്കുകയുള്ളൂ. അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. തോന്നിയകാവ് ക്ഷേത്രത്തിൽ നിന്നും നാട് കാണാനിറങ്ങിയ ദേവി വഴിതെറ്റി ആലപ്പാട് മഠത്തുംപടി വനശാസ്ത്ര ക്ഷേത്രത്തിന്റെ അടുത്തുള്ള പനയിൽ ഇരുന്നു അത്രേ. ദേവിക്ക് വിളക്ക് കാട്ടി വഴിതെളിച്ച് അന്ന് ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചത് മഠത്തുംപടിയിലെ ശാസ്താവാണ് എന്ന് പറയപ്പെടുന്നു. ആയതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ വിളക്കെഴുന്നള്ളിപ്പ് പുത്തൻപീടികയിലുള്ള തോന്നിയകാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ശാസ്ത്രവിധിപ്രകാരം ആ നാട്ടുപ്രദേശത്ത് എല്ലാ ആചാരപ്പണി ചെയ്യുന്നത് വൃതാനുഷ്ഠാനത്തോടെ ഏഴിലമ്പാലയും പിന്നെ അരണമരവും കൊണ്ടാണ് ഈ വിളക്ക് പണിയുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ പണിതിട്ട് അന്ന് തന്നെയാണ് എഴുന്നള്ളിപ്പ് നടന്ന് പൂജിച്ച് അവിടെ ദേശത്തെ ആശാരിമാര് പൂജിച്ച് അന്ന് തന്നെയാണോ? അന്ന് തന്നെ കാലത്ത് ഉണ്ടാക്കി തുടങ്ങിയാൽ വൈകിട്ട് അവസാനിക്കുന്നു. പിന്നെ ആ പണിത വിശ്വകർമാന്റെ മക്കൾ തന്നെ അവർ പൂജിച്ചിട്ട് വിളക്ക് ഞങ്ങൾക്ക് കൈയേൽക്കാനായിട്ട് തരും. വിളക്ക് ചുമക്കുന്ന എല്ലാവരും കൂടി വിളക്ക് കൈയേൽക്കും. പിന്നെ വിളക്ക് ഇവിടത്തോളം നിലത്ത് സ്പർശിക്കാൻ പാടില്ല. എണ്ണ ഒഴിക്കേണ്ട അവസ്ഥ തന്നെ മുളംമുട്ടുകൊണ്ട് നമ്മൾ താങ്ങി നിർത്തും. നിൽക്കുന്ന നിലത്ത് മുളന്തൂണ് 4 മുളന്തൂണിലാണ് ഇതൊക്കെ താങ്ങി നിർത്തുക. രാഷ്ട്രീയ ജാതി ഭേദം തന്നെ എല്ലാവരും കൂടി 5 കിലോമീറ്റർ ഈ വിളക്ക് ചുമന്നാണ് ഇവിടെ അമ്മയുടെ ഭൂമിയിൽ എത്തിക്കുന്നത്. തിരുമ്പേക്ക് ആന വലം വെച്ച് പോകുന്നു. 3 വലം വെച്ച് ഞങ്ങൾ ഈ വിളക്ക് അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. ഈ വിളക്കെഴുന്നള്ളിപ്പിലൂടെ ദേവിയെ ഇവിടെ തിരിച്ചെത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന് വിളക്കെഴുന്നള്ളിപ്പ് സംഘത്തിലെ അംഗമായിട്ടുള്ള ശ്രീമാൻ അശോകൻ പറയുന്നു. തോന്നിക്കാവിലമ്മ ദേവിയെ മഠത്തുംപടി ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടേക്ക് നമ്മൾ ആനയിച്ചു കൊണ്ടുവരുന്നത്. വർഷങ്ങൾക്ക് മുന്നേ പുരാതന കാലം തൊട്ട് ദേവിക്ക് അവിടെ ദിക്ക് തെറ്റി പനയിൽ കൂടിയിരുന്നു എന്നും പറയുന്നത്. അപ്പോൾ അവിടുത്തെ ശാസ്താവ് അമ്മയെ നിറഞ്ഞ മനസ്സോടെ വിളക്കായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഏഴിലമ്പാലയും അരണമരത്തും കൊണ്ട് പണിത വിളക്ക് 3 തട്ടിൽ വിളക്ക് പണിതിട്ട് ഇവിടേക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ എത്തിയാൽ ശരിക്ക് തിളമ്പേറ്റിയ ആന വന്ന് വലം വയ്ക്കുന്നത് ശാസ്ത്രം. അതിനുശേഷം 3 വലം വെച്ച് ഈ വിളക്ക് നമ്മൾ എണ്ണ വെച്ച് അഗ്നികീരയാണ്. ദേവി പനയിൽ കൂടിയിരുന്നു എന്ന് പറഞ്ഞല്ലോ. ആ പനന്റെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ? പന മുറിച്ച് മാറ്റിയെന്നാണ് അറിയപ്പെട്ടത്. മുറിച്ച് മാറ്റിയിട്ട് പിന്നെ എന്ത് സംഭവിച്ചു അതറിയാമോ? അവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ ഈ ദേവി നടക്കിയ 5 പാട്ട എണ്ണ കൊണ്ട് സമർപ്പിച്ച് ദേവിയെ ഇവിടെ എത്തിക്കുന്നതിനായി നാളുകൾക്ക് മുമ്പ് ഏഴിലം പാലമരവും അരണാമരവും അന്വേഷിച്ച് വ്രതമെടുത്ത് കുംഭത്തിലെ അശ്വതി നാളിൽ പണി തുടങ്ങി അന്ന് രാത്രി തന്നെ പണി പൂർത്തീകരിച്ച് ഈ വിളക്ക് തോളിലേറ്റി തോന്നിയകാവിലേക്ക് നാട്ടുകാർ ദേവിയെ എത്തിക്കുന്നു. ഈ വിളക്കിന്റെ പ്രധാന ഭാഗങ്ങളായ തണ്ട്, നാരായം, അതുപോലെ തന്നെ ഈ വിളക്കിൽ കുത്തിവെക്കുന്ന പന്തക്കോൽ തുടങ്ങി എല്ലാറ്റിനും കൃത്യമായ കണക്കുകൾ പൂർവികർ ഇപ്പോഴത്തെ അവകാശികൾക്ക് കൈമാറി. ആലപ്പാട് മനാശാരി പ്രസാദാണ് 30 വർഷമായി ഈ വിളക്ക് നിർമ്മിക്കുന്നത്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവിനായിരുന്നു നിർമ്മാണ ചുമതല ഉണ്ടായിരുന്നത്. വിളക്കെഴുന്നള്ളിപ്പിന്റെ അവകാശം പൂർണ്ണമായും ദേശവാസികളിൽ നിക്ഷിപ്തമാണെങ്കിലും എല്ലാ വർഷവും വിളക്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് ആലപ്പാട് മരാശാരി കുടുംബത്തിന്റെ ചുമതലയാണ്. വിളക്കുമായി ദേവിയെ തിരികെ എത്തിച്ച് ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണവും ചെയ്തതിനു ശേഷം അത്രയും നേരം ദേവി ഇരുന്നിരുന്ന വിളക്ക് ക്ഷേത്രമുറ്റത്തു തന്നെ ഇട്ട് അഗ്നിക്ക് സമർപ്പിച്ച്
ദേവിയെ ക്ഷേത്രത്തിലെത്തിച്ച സംതൃപ്തിയോടെ സന്തോഷത്തോടെ മൊബൈൽ ഡോക്സിന്റെ മോളത്തെ കിട്ടില്ല, അങ്ങനെ കിട്ടില്ല. മാറിയാണ് തുലി പറഞ്ഞിട്ട് വരാം. അത് പിടിക്കിട്ട് ഊർക്കാത് സമാധാനപ്പെട്. തല്ലി പൊളിക്കാൻ പോന്നു പോന്നു കഴിഞ്ഞ പഠിച്ച അടിച്ചു പൊളിക്കേ പൊളിക്കാണ്ട് പൊളിക്കാണ്ട്